അബീസ്റ്റീൽ ഫർണിച്ചറിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു റൗണ്ട് ടേബിൾ എങ്ങനെ നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്നും അത് ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. മാർക്കിംഗ് ഫോർ റൗണ്ട് കട്ടിംഗ്. റൗണ്ട് കട്ട് ചെയ്യാനുള്ള മാർക്കിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിനായി നമ്മൾ പ്രത്യേകം നിർമ്മിച്ചെടുത്ത ഒരു കോമ്പസ് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അടുത്തതായി ഷീറ്റ് കട്ടിംഗ്. നേരത്തെ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടി നമ്മുടെ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത ഭാഗം ഗ്രൈൻഡ് ചെയ്യുകയാണ്. നമ്മുടെ കൈകൾ മുറിവേക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഷീറ്റ് കട്ട് ചെയ്തു, ഗ്രൈൻഡ് ചെയ്തു. ഇനി അതിനായുള്ള 32/6 MS ഫ്ലാറ്റാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത MS ഫ്ലാറ്റ് നമ്മൾ 4 ഫീറ്റ് ഡയയിലാണ് വളയ്ക്കുന്നത്. അടുത്തതായി നമ്മുടെ റൗണ്ട് ടേബിളിലെ സർഫസ് വെൽഡിംഗ്. ഇതിനായി നേരത്തെ റോൾ ചെയ്ത് വെച്ച ഫ്ലാറ്റും കട്ട് ചെയ്ത ഷീറ്റും തമ്മിൽ വെൽഡ് ചെയ്യുന്നു.
നമ്മുടെ റൗണ്ട് ടേബിളിൻ്റെ സർഫസ് എല്ലാം വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഗ്രൈൻഡിങ് ആണ്. അതിനായി 120 ഗ്രിറ്റ് ഫ്ലാപ്പ് വീലും ഗ്രൈൻഡറുമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മുടെ റൗണ്ട് ടേബിളിൻ്റെ ലെഗ് ഫിക്സഡ് അല്ല, അത് അഡ്ജസ്റ്റബിൾ ആണ്. അതിനായുള്ള ലെഗിൻ്റെ മെക്കാനിസമാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമ്മുടെ റൗണ്ട് ടേബിളിലെ സെൻറ്റർ സപ്പോർട്ടിനായുള്ള ആംഗിളാണ് കട്ട് ചെയ്യുന്നത്. ഇതിനായി 25-3 ആംഗിളാണ് എടുക്കുന്നത്. അടുത്തതായി നമ്മുടെ ലെഗ് ലോക്ക് ചെയ്യാനുള്ള മെക്കാനിസമാണ് ഇവിടെ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ ലെഗ് അഡ്ജസ്റ്റബിൾ ആണ്, അതിനായുള്ള ലോക്കും കൂടിയാണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മുടെ റൗണ്ട് ടേബിളിൻ്റെ സർഫസ് മാത്രമാണ് വെൽഡ് ചെയ്തത്. ഇനി ലെഗ് മെക്കാനിസവും ലോക്ക് മെക്കാനിസവും തമ്മിൽ വെൽഡ് ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വെൽഡ് ചെയ്തതിന് ശേഷം ഗ്രൈൻഡിങ് ആണുള്ളത്. അതിനായി 120 ഗ്രിറ്റ് ഫ്ലാപ്പ് വീലാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മുടെ റൗണ്ട് ടേബിളിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം, അതായത് പെയിൻറ്റിങ്. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോക്സി പ്രൈമറാണ്. നമ്മുടെ റൗണ്ട് ടേബിൾ ഉണ്ടാക്കുന്ന വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതലായി അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞങ്ങളുടെ നമ്പർ ഉണ്ടാകും, അതിൽ ബന്ധപ്പെട്ടാൽ മതി.